പനയ്ക്കൽ വീട്ടിൽ അനുഭവിച്ച യാതനകളെക്കുറിച്ച് നന്ദന ഉദയനോട്. എല്ലാത്തിനും തുണ എന്റെ അച്ഛനായിരുന്നു എന്നും പറയുന്നു. അമ്പലത്തിൽ പോകുന്ന നന്ദനെയും ഉദയനെയും കാണുന്നതിൽ കാർത്തികയിൽ അതിശയം. ബൈക്കിൽ നന്ദനെയും ഉദയനും പോകുന്നത് കണ്ട് കാർത്തിക അസൂയപ്പെടുന്നു. കാർത്തികയുടെ കുത്തുവാക്കുകൾ കേട്ട് ദേഷ്യപ്പെടുന്ന യതീന്ദ്രൻ കാർത്തികയെ തല്ലുന്നു. അമ്പലത്തിൽ തൊഴുന്ന നന്ദനെയും ഉദയനും. ഉദയനും നന്ദനെയും ഒന്നായതിൽ ഗൂഢാലോചനയുമായി പ്രതാപവർമ്മയും കാർത്തികയും യതീന്ദ്രനും. ഇനി തുടർന്ന് കാണുക. മുന്നണിയിലുള്ള കക്ഷികൾ തമ്മിൽ കടുത്ത ശത്രുതയിലായിരിക്കും. രഹസ്യമായിട്ട് പാരപണിയും. പക്ഷേ പൊതുവേദിയിൽ കെട്ടിപ്പിടിക്കും, മധുരം പങ്കുവയ്ക്കും. എന്തിനാ? പാവം പബ്ലിക്കിനെ പറ്റിക്കാൻ. അതുപോലെ നിങ്ങളെ കബളിപ്പിക്കാനായി ഉദയനും നന്ദനയും ഇണക്കുരുവികളായി അഭിനയിക്കുകയാണെങ്കിലോ? ഉള്ളുകൊണ്ട് അവരിപ്പോഴും അക്കരെ ഇക്കരെ ആയിക്കൂടെ? അല്ല, ഉദയേട്ടൻ അത്തരം പരിപാടിക്കൊന്നും കൂട്ടു നിൽക്കില്ല. ചുരുക്കത്തിൽ മൊത്തത്തിൽ പ്രശ്നമാണ്. അവരുടെ ഐക്യം ദോഷമായി ബാധിക്കുന്നത് ഞങ്ങളെയാണെന്ന് പ്രതാപേട്ടൻ അറിയാലോ. അറിയാം. നിങ്ങൾ കണ്ണുവെച്ച പലതും നന്ദനിലേക്ക് പോകും. ഈ കോവിലകത്തിന്റെ കലവറയും നിലവറയും അവളുടെ കൺട്രോളിലാവും. അത് ഞാൻ സഹിക്കില്ല. എന്നാലേ ഞാൻ തീരെയും സഹിക്കില്ല. ഉദയന്നൂരെ കാര്യസ്ഥനായ രാമൻ നായരുടെ മകൻ ശിവരാമന്റെ ചിത്രം എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അവന്റെ മോള് എന്നെ നോക്കി ചിരിക്കാൻ പാടില്ല. ഞങ്ങൾ പ്രതാപേട്ടന്റെ കൂടെയുണ്ട്. ഛേ, നിങ്ങളോ? അത് വിട്. ഞാന് എന്റേതായ വഴി ആലോചിക്കുന്നുണ്ട്. അതിനു മുമ്പ് മാതൃകാ ദമ്പതികളെ ഞാനൊന്ന് കാണട്ടെ. പ്രതാപേട്ടൻ വന്നിട്ടുണ്ടല്ലോ. കാറ് കിടക്കുന്നു. ആ, പ്രതാപേട്ടൻ എപ്പോ വന്നു? ഞാനേ ഇപ്പൊ വന്നേ ഉള്ളൂ. ഒരു സ്പൂൺ എടുക്കു ചേച്ചി, അമ്പലത്തിലെ പ്രസാദം ഉണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എടുക്കാം. ഉദയൻ അമ്പലത്തിൽ പോക്കൊക്കെ തുടങ്ങിയോ? ഭഗവാൻ തന്റെ ലെവലിലേക്ക് ഇറങ്ങി വന്നോ, അതോ താൻ ഭഗവാന്റെ ലെവലിലേക്ക് കേറി ചെന്നോ? ദേവിയുടെ അമ്പലത്തിലാണല്ലോ പോയത്. ഓഹോ, എങ്കിൽ ഭഗവതി ഉദയന്റെ കൈ പിടിച്ച് അവരുടെ ലെവലിലേക്ക് എത്തിച്ചിരിക്കും. അതാണ് സ്ത്രീ സഹജമായ സാമർത്ഥ്യം. ദേവിയായാലും ദേവികയായാലും പെണ്ണ് പെണ്ണാണല്ലോ. ഭാഗ്യസൂക്താർച്ചന നടത്തി. ഓ, വളരെ അത്യാവശ്യം കേട്ടോ. പായസം കൈ നീട്ട്. എനിക്കോ? എനിക്ക് വേണ്ട, ഞാൻ കുളിച്ചിട്ടില്ലേ. ആദ്യം താൻ കഴിക്കേ. ഞാനൊന്ന് ഡ്രസ് മാറിയിട്ട് വരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കാർത്തേച്ചി, ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചേക്കണേ. ഇപ്പൊ വരാട്ടോ. ഓ, കണ്ടോ ഇപ്പൊ എങ്ങനുണ്ട്? അപകടമാണ് ഇത്. അങ്ങനെ വിട്ടാ തീരെ ശരിയാവില്ല. കൈയോടെ പണി തുടങ്ങാൻ പോവാ. ഒരേ ഡോസ് കൊടുത്തിട്ട് വരാം. മാറ്.
അശ്വിന്റെ അച്ഛന്റെ സന്ദർശനം ഈയിടെ പതിവല്ല. പ്രത്യേകം ക്ഷണിതാവായിട്ട് വന്നതായിരിക്കും. എനിക്കും തോന്നി. മേ ഐ കം ഇൻ? കൊടുക്കട കൈ. എന്താ നിനക്കൊരു നാണം? കൊടുക്ക് കൈ. തൃപ്തിയാടാ മോനെ ചേട്ടന്, തൃപ്തിയായി. ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈശ്വരൻ എനിക്ക് ഇത്രയും നാൾ ആയുസ് തന്നത്. ഏത് കാഴ്ചയുടെ കാര്യ? നിങ്ങളിങ്ങനെ ഒത്തൊരുമിച്ച് നിൽക്കുന്ന കാഴ്ച. നാടകവും കഥകളിയും ഒരേ ഫാമിലിയിൽപ്പെട്ട കലകളാണല്ലോ. ഉദയനെയും നന്ദനെയും ഇങ്ങനെ കാണുമ്പോ നളചരിതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്മരിച്ചു പോകുക. വിഷ്ണു രമയ്ക്ക്, നിഷയ്ക്ക് ശശാങ്കൻ, ഉമയ്ക്ക് ഹരൻ, നളനോർക്കുകിൽ നിനക്കും. നളദമയന്തിമാരെ പോലെയുണ്ട് ഇപ്പൊ നിങ്ങളെ കണ്ടാൽ. നിങ്ങൾക്ക് വേണ്ടി ഹംസമാകണോ? ഞാൻ റെഡി, പറ. അത്രയ്ക്കൊക്കെ വേണോ? എന്നാൽ ഹംസമാകുന്നില്ല ഉദയ. ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ആനന്ദാഭിരേകം പറഞ്ഞറിയിക്കാവുന്നതല്ല. എന്താ കാരണം എന്നറിയോ? നിങ്ങളുടെ കല്യാണത്തിന്റെ സൂത്രധാരൻ ഞാനായിരുന്നു. അതൊരു ഇഷ്ടവിവാഹമായിരുന്നില്ല, കഷ്ടവിവാഹമായിരുന്നു താനും. കാരണം ഞാനിപ്പോ വിസ്തരിക്കുന്നില്ല. കല്യാണത്തിന് കാർമ്മികനായതിന്റെ പേരിൽ നന്ദന എന്നോട് മുഷിഞ്ഞു, ഉദയനും മുഷിഞ്ഞു. എന്നാലിപ്പോ പറ, ഞാൻ അന്ന് ചെയ്തത് ശരിയായ കാര്യമല്ലേ? ചേരുംപടിയല്ലേ ഞാൻ ചേർത്തത്? മൂത്തവർ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്നുള്ള വഴഞ്ചൊല്ല് ദാ ഇതോടെ സത്യമായി. എന്റെ ഗുരുവായൂരപ്പ, ഈ ദമ്പതികളെ എന്നും ഇങ്ങനെ ഒരുമയോടെ കാണുമാറാകണമേ. അതിനുള്ള പുണ്യം ഈയുള്ളവന്റെ കണ്ണുകൾക്കുണ്ടാവണമേ. മുരാരേ മുരളീധര. വിദ്യാഭാരതിയെ ഈ സന്തോഷ വാർത്ത പൊടുന്നനെ അറിയിക്കേണ്ടട്ട നന്ദനെ. വിദ്യ അത് കേട്ടാ തുള്ളിച്ചാടും. ആ ചാട്ടത്തിൽ അവളെങ്ങാനും ചടഞ്ഞു വീണാലേ കഥ മാറും. അമ്മ ബാംഗ്ലൂരല്ലേ? അതെ. അശ്വിനും ആദിത്യനും അവിടുത്തെ താമസവും ഭക്ഷണം ഒട്ടും ശരിയാവണില്ല. കാശ് മുടക്കിയിട്ട് വേണ്ട പോലെ പഠിക്കാൻ കഴിയില്ല എന്ന് വന്നാലോ. അതുകൊണ്ടേ വിദ്യ ചെക്കന്മാരുടെ കൂടെ പോയി നിൽക്കുക. നാട്ടിലെത്തട്ടെ, എന്നിട്ട് നമുക്ക് നേരിട്ട് ഈ ഹാപ്പി ന്യൂസ് അവളെ അറിയിക്കാം. അല്ലേ ഉദയ? ഒക്കെ നന്ദനയുടെ ഇഷ്ടം. എന്താ? ഇഷ്ടം പോലെ. ഓ ഓ, എനിക്കിത് കേട്ടാ മതിയേ. ഉദയൻ നന്ദനയുടെ ഇഷ്ടം ചോദിക്കണു, നന്ദന ഉദയന്റെ ഇഷ്ടം ചോദിക്കണു. എന്റെ കണ്ണുകളെ മാത്രമല്ല എന്റെ കാതുകളെയും വിശ്വസിക്കാൻ പ്രയാസമാ. ഈശ്വരാ ഗുരുവായൂരപ്പ. വിശ്വസിച്ചോട്ടെ, അല്ലടോ? പിന്നല്ലാതെ. അതെ, നിങ്ങളോടായതുകൊണ്ട് ഞാനൊരു സത്യം പറയാം. യതീന്ദ്രനും കാർത്തികയ്ക്കും നിങ്ങളുടെ ഈ അലയൻസ് തീരെ പിടിച്ചിട്ടില്ല. രണ്ടു പേർക്കും ഇരിക്കപ്പുറത്തി ഇല്ലാന്നേ. രണ്ടാളും കണ്ണാടി വെച്ചിട്ട് എന്താ കാര്യം? കണ്ണുകടിക്ക് യാതൊരു കുറവുമില്ല. ഇങ്ങനെ മനുഷ്യർക്കൊരു അസൂയുണ്ടോ? അനിയനും അനിയത്തിയാണ് പോലും. വൃത്തികെട്ടവര്. അങ്ങനെ അവരെന്തെങ്കിലും പറഞ്ഞോ? വേണ്ട നന്ദനെ, അവര് പറയുന്നതും പറയാത്തതും നമുക്ക് വിഷയമല്ല. അത് അവരുടെ തലവേദന, നമ്മൾ ശ്രദ്ധിക്കണ്ട. ഞാൻ അത്രയും ഓർത്തില്ല. പോട്ടെ. ഇതാ അന്തസ്, കുലീനത. ഈ പാരസ്പര്യത്തിന്റെ മുന്നിൽ 100 ഏത്തമിടണം യതീന്ദ്രൻ, 200 ഏത്തമിടണം കാർത്തിക. ഞാനേ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഉദയ. താങ്ക് യു. വെൽക്കം വെൽക്കം. ബൈ ദ ബൈ, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ക്ഷേത്ര ദർശനവും ഉല്ലാസയാത്രയൊക്കെ നടന്നോട്ടെ.
ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യണ്ടേ? കുടുംബം, ബിസിനസ്, അങ്ങനെ പലതും മുന്നിലുണ്ട്. സർവോപരി നമുക്ക് അമ്മായിയെ കണ്ടെത്തണ്ടേ? നമുക്ക് ഒരു പത്രപരസ്യം കൊടുത്താലോ? അയ്യോ അമ്മേ വന്നോളൂ, ഞങ്ങളിതാ ഒന്നായി എന്ന് സ്നേഹപൂർവം സ്വന്തം മകൻ ഉദയനും ഭാര്യ നന്ദനയും. സകല പത്രത്തിലും അങ്ങനെ ഒരു പരസ്യം കൊടുത്താൽ അത് കണ്ട അമ്മായി വരില്ലേ? അല്ലാതെ തന്നെ അമ്മയെ ഞങ്ങൾ കണ്ടെത്തും, കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും. എന്താ പ്രതാപേട്ട? അമ്മായിയെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്ന സുദിനോർത്ത് ഞാനൊന്ന് പുളകം കൊണ്ടതാണേ. കൃഷ്ണ ഗുരുവായൂരപ്പ, അഭ്യുദയകാംക്ഷിയായ എന്നോട് നിങ്ങൾക്ക് ഒരു കാര്യം തുറന്നു പറയാവുന്നതേ ഉള്ളൂ. ഭാവി കാര്യങ്ങളെ പറ്റിയാണെങ്കിൽ ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, സമയമുണ്ടല്ലോ. എന്തായാലും ഞാനും നന്ദനയുമായി കൂടി ആലോചിച്ചിട്ടായിരിക്കും തീരുമാനങ്ങൾ. അതങ്ങനെ വേണമല്ലോ, അങ്ങനെ ആകാവൂ. ഈശ്വരോ രക്ഷതൂ. മറ്റൊരു വിവരമറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? 2 ധ്രുവങ്ങളിൽ നിന്നവർ ഒരുമിച്ച് ഒരു പോയിന്റിലെത്തിയതിന്റെ രഹസ്യമെന്താണ്? ആരാണതിന് ഹേതുവായത്? അല്ലെങ്കിൽ എന്ത് സംഭവം ഉണ്ടായത്? സംഭവമുണ്ട്, കാരണവുമുണ്ട്, അതിന് കാരണമായവരും ഉണ്ട്. ആരാ ഉദയ? പറയാം, പക്ഷേ ഇപ്പോഴല്ല. ഓ, സമയാവട്ടെ, അപ്പൊ പറയാം എല്ലാ രഹസ്യങ്ങളും. അതല്ലേ നന്ദനെ നല്ലത്? അത് മതി. എന്നാലും എനിക്കൊരു ക്ലൂ തന്നൂടെ? ഞാൻ ആരോടും പുറത്തു പറയില്ലടാ. അത് ഞങ്ങൾക്കറിയാം. സസ്പെൻസ് പുറത്തുവിടാൻ ഒരു സമയമുണ്ട് പ്രതാപ, അപ്പൊ പറയാം. അതാണ് ഭംഗി. എന്താ അതുപോലെ? മതി, അത് മതി. ഞാനൊന്ന് ഫ്രഷ് ആയിക്കോട്ടെ. ഓ ഓ, അതിനൊക്കെ ഇവനോട് എന്തിനാ അനുവാദം ചോദിക്കണത്? ഫ്രഷ് ആയിക്കോളൂ കുട്ടി. അപ്പോഴേക്കും ഞങ്ങള് ശകലം ഫ്രഷ് എയർ കൊള്ളട്ടെ. ഉദയം വാടാ. വാടൂ. വാ. കുട്ടികളുടെ ഒരു കാര്യം. സ്റ്റേജിൽ ഒരു ഘട്ടം മാറിയിട്ട് മറ്റൊരെണ്ണാവുമ്പോ രംഗം മാറും. അതുപോലെയാ ഇവിടെ സംഭവിച്ചിരിക്കണത്. നിനക്കും നന്ദനയ്ക്കും ഇടയിലുണ്ടായിരുന്ന ഒരു കർട്ടൻ അങ്ങ് മാറ്റി, രംഗവും മാറി. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാ. അങ്ങനെയല്ലേ വേണ്ടത്? അത് തന്നെയാ വേണ്ടത്. പക്ഷേ എനിക്ക് നിന്നോടൊരു ചോദ്യമുണ്ട്. നാടകത്തിൽ ഉദയനാരാ? മനസ്സിലായില്ല. ഈ നിൽക്കുന്ന ഉദയൻ നാടകവേദിയിൽ ആരാണെന്ന്. രാജാവ്, ദ കിങ്. അങ്ങനെ എല്ലാം തികഞ്ഞ കലാകാരനായ നീ വെറും ഒരു ഭർത്താവ് വേഷത്തിൽ ഒതുങ്ങിയേ? അതെങ്ങനെയാടാ ശരിയാവണത്? ഭർത്താവ് വേഷം എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. അങ്ങനെ പ്രത്യേകിച്ച് വല്ല യൂണിഫോം ഉണ്ടോ? അതോ ഭർത്താവ് എന്ന നിലയിലുള്ള സ്വന്തം അനുഭവം വെച്ച് പറഞ്ഞാണോ? ഞാനൊന്ന് തറപ്പിച്ചു നോക്കിയാലേ വിദ്യാഭാരതി വിറയ്ക്കും. ഡീന്നൊന്ന് വിളിച്ചാലേ അവള് ഞെട്ടും. ഇപ്പൊ മനസ്സിലായി. ഭാര്യയെ വിറപ്പിക്കുകയും ഞെട്ടിക്കുകയും വേണം. അതാണ് ഭർത്താവിന്റെ ധർമ്മം. എന്റെടോ നടന സാമ്പ്രാട്ടെ, ഭരിക്കുന്നവനാണ് ഭർത്താവ്, ഭരിക്കപ്പെടേണ്ടവൾ ഭാര്യ. ഭരണത്തിന്റെ കടിഞ്ഞാൻ ഭാര്യ ഏറ്റെടുത്താ പിന്നെ മുന്നോട്ട് പായാനേ ഭർത്താവിന് നേരം കാണൂ. സവാരി തന്നെ സവാരി, മരണം വരെ സവാരി.
കാലഹരണപ്പെട്ട ഫിലോസഫിയാണത്. അടിച്ചമർത്തുന്ന പുരുഷനെ സ്ത്രീ ഹസ്ബൻഡായല്ല, ഹിറ്റ്ലറായാണ് കാണുക. ഹിറ്റ്ലറിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു അറിയാലോ? ആത്മഹത്യ. അപ്പോ നന്ദന കുടുംബം ഭരിച്ചോട്ടെന്നാണോ? ഭരണമെന്നുള്ള വാക്കാണ് പ്രശ്നം. ജീവിതത്തിന്റെ അർത്ഥം തന്നെ മാറ്റിക്കളയുന്ന വാക്കാണത്. പകരം വരേണ്ടത് സ്നേഹമെന്ന പദമാണ്. കുടുംബം ഭരിക്കുന്നത് എന്തിനാ? നിലനിർത്തിയാൽ പോരെ? നിന്റെ ഈ പുരോഗമന ആശയങ്ങൾ കൊള്ളാം. പക്ഷേ ഈ ജീവിതമെന്ന് പറയുന്നതുണ്ടല്ലോ, നാടകമല്ലല്ലോ ഉദയ. ആ തിരിച്ചറിവൊക്കെ എനിക്കുണ്ട്. എന്നിട്ടാണോ നാളെക്കുറിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ല എന്ന് പറഞ്ഞത്? പ്ലാനിംഗ് ഉണ്ട്. അത് പക്ഷേ മറ്റുള്ളവരോട് പങ്കുവെക്കാറായിട്ടില്ല, പ്രതാപേട്ടനോട് പോലും. അപ്പ ഞാൻ അന്യനായി. ഇത്രയേ ഉള്ളൂ ചേട്ടനും അനിയനും തമ്മിലുള്ള ബന്ധം. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വേറിട്ട ശൈലിയിലായിരിക്കണം എന്റെ ജീവിതം എന്നല്ലേ നിങ്ങളും പറഞ്ഞത്? അങ്ങനെ ചെയ്യാമെന്ന് നോക്കട്ടെ. ദേ, കടന്നു വന്ന വഴികളൊന്നും നീ മറക്കരുത്. ഏത് വഴി? കല്യാണമെന്ന് കേട്ടാൽ അലർജി മൂലം മേലാകെ ചൊറിഞ്ഞ് തടിച്ചിരുന്ന ആളാ നീ. ആ നിന്നെ വേളിക്ക് സന്നദ്ധരാക്കിയതേ ഈ ഞാനാ. കുടുംബസ്നേഹം കൊണ്ടോ പെണ്ണിനോടുള്ള അഭിനിവേശം കൊണ്ടോ അല്ല ഉദയനെ അന്ന് കല്യാണത്തിന് സമ്മതിച്ചത്. കാരണം വേറെയാ. നീ മറന്നെങ്കിലോ അത് ഞാൻ പറയാം. ഞാൻ മറന്നിട്ടില്ല. നന്ദനയ്ക്ക് കിട്ടാൻ പോകുന്ന ഭാരിച്ച സമ്പത്ത്, അതായിരുന്നു പ്രലോഭനം. ആ പണം എനിക്ക് നാടകത്തിൽ ചെലവഴിക്കാമെന്ന് ഒരു ഐഡിയം പറഞ്ഞു തന്നു. കറക്റ്റ്. ആ പ്രലോഭനത്തിൽ നീ വീണു. അന്നൊരു പക്ഷേ ഒരു നിമിഷം ഞാൻ അങ്ങനെ ചിന്തിച്ചു കാണും. ഇന്നോ ഉദയന്നൂരിൽ നിന്ന് നന്ദനയ്ക്ക് കിട്ടേണ്ട ഓഹരി നീ വേണ്ടത് വെക്കാൻ പോവാ. ദേ, അബദ്ധം കാണിക്കല്ലേ. ദേ, നന്ദന ഇന്ന് നിന്റെ പ്രിയ പത്നിയാ. ഒരുപക്ഷെ ഞാൻ അബദ്ധം കാണിക്കുമായിരുന്നു. അന്നത്തെ മാനസികാവസ്ഥ വേറെയായിരുന്നല്ലോ. ഇനി അതുണ്ടാവില്ല. നന്ദനയ്ക്ക് അർഹതപ്പെട്ടത് അയാൾക്ക് തന്നെ കിട്ടണം. അതിന് വേണ്ടതെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. അയാളുടെ സ്വത്തിലും പണത്തിലും ആരൊക്കെയോ നോട്ടമിട്ടിട്ടുണ്ടോന്ന് എനിക്കൊരു സംശയം. ആര്? എടാ, ആരാടാ ദ്രോഹി? ഒരാളാവാം, ഒന്നിലധികം പേരാവാം. ഒന്നുറപ്പാ, അന്യനാട്ടിൽ നിന്ന് ആരും അതിനായിട്ട് വരില്ല. അപ്പോ അകത്തുള്ളവർ തന്നെ ആയിരിക്കും. ആരെയാ ഉദയന് സംശയം? കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല. പ്രതാപേട്ടൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ? എനിക്ക് അല്ല, ഞാനുണ്ടല്ലോ. സത്യത്തിലേ എനിക്കൊന്നും അങ്ങോട്ട് സത്യത്തിൽ ക്ലിയർ ആവുന്നില്ല. നന്ദന പ്രോപ്പർട്ടീസിൽ നിന്ന് ഒന്നും അന്യാധീനപ്പെട്ടു പോവാൻ ഞാൻ അനുവദിക്കില്ല. എല്ലാം അയാൾക്ക് തന്നെ കിട്ടണം. അതെ, സകല സ്വത്തും നന്ദനയുടെ പേരിലാക്കല്ലേ ഉദയ. കുറച്ചെങ്കിലും നിന്റെ പേരിൽ എഴുതിക്കണം. ദേ, അല്ലെങ്കിൽ ബുദ്ധിമോശാവേ. എന്ത് ബുദ്ധിമോശം? കുറച്ച് ഭൂമിയോ ബാങ്ക് ബാലൻസോ അല്ല നന്ദനയുടെ സ്വത്തായി ഞാൻ കാണുന്നത്. പിന്നെ എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പ്രയാസ. പറഞ്ഞു തരാൻ എനിക്കും പ്രയാസ. അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്കും പ്രയാസ. അതാ ഉദയ ഞാൻ പറഞ്ഞത്. ഒക്കെ ഈശ്വര നിശ്ചയ. അവിടെ നിന്ന് തീരുമാനിക്കണു, നമ്മൾ അങ്ങോട്ട് അനുസരിക്കണു. പ്രപഞ്ച നാടകത്തിലെ വെറും കഥാപാത്രങ്ങൾ മാത്രമാണ് നമ്മൾ മനുഷ്യര്. വാഴ്വേ മായം. എന്താ കുട്ടിയത്? ആറഞ്ചോ? അപ്പൊ നടക്കട്ടെ. നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾക്കിടയില് ഞാൻ ചാനലിലെ കട്ടുറുമ്പ് പ്രോഗ്രാം ആകുന്നില്ല. യതീന്ദ്രനെയും കാർത്തികനെയും കണ്ടിട്ട് ഒരു വാണിംഗ് കൊടുക്കണം. ഒന്നേ വരട്ടണവരെ.
ആ.